സമരാവേശമുണർത്തുന്ന സമ്മേളനങ്ങളിലെ മുഖ്യ ആകർഷണമായിരുന്നു ഇവരുടെ പാട്ടുകൾ. ആദ്യകാലത്ത് 10,000 പങ്കെടുക്കുന്ന മഹാസമ്മേളനങ്ങളിൽ പോലും ഒരു മൈക്കിന്റെയും സഹായമില്ലാതെ പാടാൻ ഇവർക്ക് കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ടീവൂരത്താണ് മൈക്കിൽ പാടുന്നത്. ടീവൂരം വൈക്കം ടീവൂരം. ബാക്കിയൊന്നും നമ്മളൊരു മൈക്ക് വേണ്ട, 10-14 ആളിങ്ങനെ ചെവി കുറുമ്പിത്തിരിക്കുക. ഈ പാട്ടിൻ്റെ ആശയങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധമുള്ളതല്ലേ. ബോണസ് കെട്ടിയിടണം, രാജവാഴ്ച അവസാനിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ. അല്ലാതെ മധുരമനോഹര മനോജ്ഞനെയും പുതിയ നീലാകാശവും പുതിയ ഭൂമിയൊന്നും അതൊന്നും അല്ലല്ലോ. പാട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളായതുകൊണ്ട് ചെവി കൂർത്ത് കാത്തിരിക്കുന്ന ഒരു കാലം. നോട്ടീസിൽ എഴുതും ഉച്ചഭാഷിണിയും PK മെദിനിയും ഉണ്ടായിരിക്കും. അന്നിങ്ങനെ എഴുതി വയ്ക്കും. അതൊക്കെ ആളുകൾ കൂടാനും ഒക്കെ വേണ്ട. അപ്പോൾ ഉച്ചഭാഷിണി അന്നത്തെ ഒരു വലിയ പ്രത്യേകത, ഉച്ചഭാഷിണി എന്നാണ് പറയണം. അപ്പോൾ എനിക്ക് രസകരമായ സംഭവം ഉണ്ടായി. ഞാൻ കയറി ഒരു പാട്ട് പാടി, അത് കഴിഞ്ഞ് TV പ്രസംഗിച്ചു. വീണ്ടും ഞാൻ 2 പാട്ട് പാടി, അത് കഴിഞ്ഞ് ഗൗരിയമ്മ സംസാരിച്ച്. തിരുക്കൊച്ചിയാകുന്ന കാലമാണ്. അന്ന് ഈ പുട്ടിന് പീരിടുന്ന പോലെ അവിഭാജ്യ ഘടകമാണ് പ്രസംഗം ഒരു പാട്ട്, പ്രസംഗം ഒരു പാട്ട്, അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ഈ പാട്ട് പാടി താഴോട്ട് ഇറങ്ങിയപ്പോഴേ ടീവൂരത്തുള്ളൊരു അമ്മാവൻ എന്നോട് ചോദിച്ചു, മറ്റേ ആൾ വന്നില്ലേന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരാ അമ്മാവ? അനിയത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് അനിയത്തി ഇല്ല. പിന്നെ ഉച്ചഭാഷിണിയോ? ഉച്ചഭാഷിണി എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഉച്ചഭാഷിണി എന്ന് പറഞ്ഞത് മൈക്കാണ്. അതൊന്നും അമ്മാവൻ സുഭാഷിണി പോലെ വല്ലതായിരിക്കും എന്ന് ഓർത്തിട്ട് ഉച്ചഭാഷിണി വന്നില്ലേ എന്ന് അമ്മാവൻ കാര്യമായിട്ട് ചോദിച്ചു. അതിൻ്റെ അനിയത്തിയാണെന്ന് ഓർത്തത്. രസകരമായ സംഭവമാണ്. ഞാൻ അവിടെ നിന്നവരെല്ലാം ചിരിച്ചു. വിപ്ലവ ഗായികയുടെ വിവാഹം മറ്റൊരു വിപ്ലവമായിരുന്നു. വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന 2 പേർ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു കലഹവുമില്ലാതെ ഒത്തുപോകുന്ന അത്ഭുതം. ഇവരുടെ കുടുംബജീവിതം അതായിരുന്നു. ഇപ്പം ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്ന എൻ്റെ അപ്പച്ചിയുടെ മോൻ നല്ല പക്കാ കോൺഗ്രസ്സുകാരനായിരുന്നു. അവസാനം വരെ കോൺഗ്രസ്സായിരുന്നു, ആദ്യം കോൺഗ്രസ്സായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വരും. ഇപ്പോൾ എൻ്റെ 4 ആങ്ങളമാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു ആങ്ങളയാണെന്ന് നല്ല സങ്കല്പത്തിലാണ് ഞങ്ങളുടെ ജീവിതവും പോക്കും. അറിഞ്ഞോ അറിയാതെ എൻ്റെ ചേട്ടനെക്കുറിച്ചൊരു ഇഷ്ടം തോന്നിക്കൊണ്ടിരുന്ന ഇഷ്ടം. ആ ഇഷ്ടം ബലവത്തായത് ഈ ആലോചന വന്നപ്പോഴാണ്. കായംകുളത്ത് ഈ ഇരുഭാര്യ സംസ്കാരത്തിനും കമ്മ്യൂണിസ്റ്റാക്കി നാടകം നടത്തി കാശുണ്ടാക്കി എന്നെ അയക്കാനുള്ള എൻ്റെ വീട്ടുകാരുടെ തീരുമാനത്തിനും എതിരെ ഒരു പ്രേമ അഭ്യർത്ഥന പോലെ ചേട്ടനോട് ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു, നമുക്ക് കല്യാണം കഴിച്ചാൽ എന്താണെന്ന്. അപ്പോൾ ചേട്ടൻ അയ്യോ എനിക്ക് പേടിയാണ്, നീ വലിയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് കാര്യത്തിയാണ്, ഒരു പൊരുത്തോട് ആശയപരമായിട്ട് പൊരുത്തമില്ല. പിന്നെ എൻ്റെ 4 ആങ്ങളമാരും തന്നെ എന്നെ വെറുതെ എന്തിനാ എന്നെ തല്ലുകൊള്ളിപ്പിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റൊക്കെ പാസ്സാക്കും. ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു വേറൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേയില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ ഞങ്ങൾ 2 പേരും കൂടെ പോയി എറണാകുളത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യാറ്. അതാണ് മാരേജ്. 14 വർഷക്കാലം ആണ് ജീവിച്ചത് ആകെ. ആ 14 വർഷത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് കിട്ടാവുന്ന എല്ലാ സ്നേഹവും വിശ്വാസവും സംസ്കാരമുള്ള ഒരു നല്ല മനുഷ്യൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ള അതെല്ലാം എനിക്കുണ്ട്. 2 നല്ല പെൺകുട്ടികളായിരുന്നു 2 പേരും. അവരൊരു അച്ഛൻ്റെ ആ ഒരു സംസ്കാരം ശരിക്കും ഉണ്ടായിരുന്നതുകൊണ്ട് 0 നിന്ന് ജീവിതം തുടങ്ങി ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധി എന്ന് ഞാൻ പറയുന്നത് ഇവിടം വരെ എത്തിക്കുന്നതിനെ കുട്ടികൾ ചെയ്തിട്ടുള്ള ത്യാഗം ചേട്ടൻ്റെ തന്നെ ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരാളുടെ നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ ജീവിക്കുന്നതിന് പ്രധാന കണ്ണിയാണ് അച്യുതമേനോൻ. ആ കണ്ണി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് 1969 ഫെബ്രുവരി 7-ാം തീയതി മരിക്കുന്നു. 8-ാം തീയതി രാവിലെയുള്ള ജനകീയ പത്രത്തിൽ ഇങ്ങനൊരു വാർത്ത, മേദിനിയുടെ ഭർത്താവ് വി. ശങ്കുണ്ണി മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഇങ്ങനെ കണ്ടു. ഹരിദാസ് കൊടുത്ത വാർത്ത. പിറ്റേ ദിവസം ഒരു ഇൻലൻഡ് എടുത്ത്, ആ ഇൻലൻഡിലാണ് പ്രിയപ്പെട്ട സഖാവേ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പം ദുഃഖിക്കുന്നു. 100 രൂപ അയക്കുന്നു, സദയം സ്വീകരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണും. ഇതാണ് ഇൻലൻഡ്. നമ്മളൊന്ന് ആലോചിച്ചേക്കുക. കലവൂരിൽ നിന്ന് ഇവിടം വരെ അന്നേ റോഡ് പോലും ഇല്ല. ആ കലവൂരിൽ നിന്ന് ഇവിടം വരെ ഒരു പോസ്റ്റ്മാൻ, അന്നിവിടെ കുന്നൊക്കെയാണ്, മണ്ണൊക്കെ ഇങ്ങനെ തോളൊക്കെ കുന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ കയറി അപ്പോൾ C. അച്യുതമേനോനെന്ന് ഇങ്ങനെ എഴുതിയിട്ടുള്ള താഴത്ത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആണെന്നുള്ളൂ. അയാൾക്കൊരു വലിയ ക്രെഡിറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഇൻലൻഡ് ഒരു 100 രൂപയായിട്ട് വരികയാണ് മേദിനിയെ തിരക്കി. അവിടെ ഇങ്ങനെ എല്ലാവരും വീടെവിടാന്ന് ചോദിച്ചു ഇവിടെ വന്നു. അപ്പം മരണവീടല്ലേ 7-ാമത്തെ ദിവസമായപ്പോൾ ഇവിടെ സഞ്ചയന ദിവസമാണെന്ന്. ഇവിടെ നിറച്ച ആളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു മീൻ ചേച്ചിക്ക് ഒരു 100 രൂപയും പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു കത്തും ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറേ ആളുകളാണ് ഈ പോസ്റ്റ്മാൻ്റെ പുറകെ വരുന്നത്. അവർക്കൊരു പുതിയ അറിവല്ല, ഒരു സാധാരണക്കാരത്തേക്ക് ഒരു ഒരു മുഖ്യമന്ത്രി കത്ത് എഴുതുന്നത്. എല്ലാവർക്കും കത്ത്, പൈസയല്ല, കത്ത് പൊട്ടിച്ച് അതിനകത്തുള്ള ഇതായിരുന്നു. ഞാൻ ഓപ്പണാണ് കത്ത് പൊട്ടിച്ച് ഞാൻ എല്ലാവരും കേൾക്കെ കത്ത് വായിച്ചപ്പം എല്ലാവരുടെയും കണ്ണ് അറിയാൻ ഞാൻ ഓർക്കുന്നു. ഇങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? തമാശയ്ക്ക് ഒരു മുഖ്യമന്ത്രിയല്ലേ.
പക്ഷെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വലിയ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞത് ആ തുമ്പെ പിടിച്ചിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യസ്നേഹിയായിരിക്കണം എന്നുള്ള തത്വത്തിലെ അച്യുതമേനോനെ പോലെ അപൂർവം ആളുകളിൽ ഒരാളാണ് അച്യുതമേനോൻ. അതുകൊണ്ട് ആ ഓർമ്മ, അതുകൊണ്ട് അച്യുതൻ്റെ ഓർമ്മയുടെ മുൻപിലാണ് ഞാൻ ഇന്നും നമിക്കുന്നത് എപ്പോഴും. ആലപ്പുഴ ജില്ലയിലെ മണ്ണുംചേരി ഗ്രാമത്തിലെ ഈ വീട്ടിൽ മലയാളത്തിന്റെ വിപ്ലവ ഗായിക അമ്മയും മുത്തശ്ശിയും ഒക്കെയായി സ്നേഹഗായികയായി മാറുന്നു. ഇവിടെ മേദിനിയുടെ പാട്ടുകൾ പുതിയ തലമുറയ്ക്കുള്ള സ്നേഹമന്ത്രങ്ങളാകുന്നു. എനിക്ക് 2 മക്കളാണ്, പെൺകുട്ടികളായിരുന്നു. മൂത്ത മോളാണ് ബേബി സ്മൃതി എന്ന പേര്, മൂത്ത മരുമോനാണ് പേര് ദാമോദരൻ. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ കുട്ടികളിൽ ഒരാളാണ് ഇവരെല്ലാം. ഇതെൻ്റെ 2ാമത്തെ മോളാണ്, പേര് ഹൻസ. അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് ഷാജി പാണ്ഡവത്ത്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ശങ്കരിദേവി. ഒരുപക്ഷെ 10-12 വയസ്സ് മുതൽ ഞങ്ങളൊന്നിച്ച് സംസ്കാര രംഗത്ത് വളർന്ന് വലുതായി. അങ്ങനെയാണ് ഈ വിവാഹം ആലോചനയും നടന്നത്. മകനിപ്പോൾ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഇതുണ്ട്. അവരുടെ കലാകുടുംബമാണ് എല്ലാവരും. എൻ്റെ മനസ്സിലൊരു ദൈവമുണ്ട്. എൻ്റെ മനസ്സ് ശുദ്ധമാണ്. ആരെയും ബോധ്യപ്പെടുത്താനേ അല്ല, ആരെയും ഞാൻ ഒന്നും ബോധ്യപ്പെടുത്തില്ല, എൻ്റെ മക്കളെ പോലും ഇല്ല. അതെൻ്റെ മനസ്സാണത്. അപ്പം അതുകൊണ്ട് എനിക്ക് ജീവിതത്തെക്കുറിച്ച് സന്തോഷമാണ്, പൂർണ്ണമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി 4ാം തലമുറയായ കൊച്ചുകുട്ടികളുമായിട്ട് മുത്തശ്ശിയാണ്. മേദിനി മുത്തശ്ശിയാണ് ഞാനിപ്പോഴും. മേദിനി ചേച്ചി മാറി, മേദിനി സഖാവ് മാറി, മേദിനി അതെല്ലാം മാറി. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റിലെ ഏറ്റവും ഫസ്റ്റ് സ്കൂളാണ് കലവൂർ LP സ്കൂള്, സ്റ്റേറ്റിലെ. അവിടുത്തെ കുട്ടികളുടെ സപ്പോർട്ട് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. ഒരു 10-200ഓളം കുട്ടികളുമായിട്ട് എല്ലാ 2 മാസങ്ങളൊരിക്കൽ ഞാൻ പങ്കെടുക്കും. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഏരിയകളിലെ എല്ലാ സ്കൂളിലും ഞാൻ പോകും, അവരുടെ വീട്ടുകാരുമായിട്ടും. കാരണം നമുക്ക് സ്നേഹമല്ലേ പങ്കിടാൻ പറ്റുള്ളൂ.